ഇന്ന് നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബുർജിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ പനീർ ആവശ്യമായിട്ടുള്ളത് അത്രയും പനീർ എടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ച് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. എന്താണെങ്കിലും ഇങ്ങനെ തരിതരി പോലെ ആയി കിട്ടും. ഗ്രേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ കിട്ടും. അല്ലാതെ ഫോർക്ക് വെച്ചിട്ട്, ഇതിപ്പോൾ ഞങ്ങൾ ഫോർക്ക് വെച്ചിട്ട് എടുത്തത്. അതിനുശേഷം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സവോള, ഒരു തക്കാളി, പിന്നെ ഒരു 2 വെളുത്തുള്ളി, ഇത് ഇത്രയും നല്ല പൊടിയായിട്ട് അരിഞ്ഞു മാറ്റി വെക്കുക. പിന്നെ ഒന്ന് മിസ്സിങ് ഉണ്ടല്ലോ, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കണം. ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ, അതും ഇതേപോലെ തന്നെ വെളുത്തുള്ളിയെ പോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്ത് ഫസ്റ്റ് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ഇടാം. രണ്ടും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുക. അത് വഴറ്റി വന്നതിൻ്റെ ശേഷം പിന്നെ തുറന്നിട്ട് ഒരു 1/4 സ്പൂൺ കാൽ സ്പൂൺ താഴെ ഞാനിപ്പോൾ എടുത്ത, കാരണം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറവായിരുന്നു പനീറിൻ്റെ. ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്, പക്ഷേ സിമ്പിളാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി ഇളക്കിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് പെട്ടെന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇച്ചിരി നേരം അടച്ചു വെച്ചാൽ മതി, വഴണ്ടി വരും പെട്ടെന്ന്. അതിനുശേഷം പിന്നെ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടതാണ്. അത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് പനീറിനും കൂടെ കണക്കാക്കിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതായത് ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം. അങ്ങനെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മളവിടെ ഉടച്ച് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു പനീറും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചതിൻ്റെ ശേഷം മൂടി തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കുക. തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.